ഹലോ കൂട്ടുകാരെ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലായിരുന്നോ? എല്ലാരും ഹോളിഡേയും ഒക്കെ ആയിട്ട് വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്ന് റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഉണ്ണിമേരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിമേരി കൊണ്ടൊരു റോസ്റ്റഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മീനൊക്കെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് പരട്ടിയെടുക്കുക. മസാല പരട്ടി കഴിഞ്ഞെങ്കിൽ നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിമേരിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മസാലയിലിട്ടൊന്ന് പരട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വെക്കുക. അപ്പോഴത്തേക്ക് നമുക്കൊരു തവ എടുക്കുക. ആ തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഓരോ കറിവേപ്പില എന്ന് ഉദ്ദേശിച്ച് തണ്ടോടെ കറിവേപ്പില നിരത്തി വെക്കുക. വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ നിരത്തി വെക്കുക. കറിവേപ്പിലയുടെ മുകളിലേക്ക് ഓരോ കഷ്ണങ്ങൾ, നമ്മൾ ഉണ്ണിമേരിയുടെ ഓരോ കഷ്ണങ്ങൾ മസാലയിൽ പുരട്ടിയിരിക്കുന്നത് നമ്മുടെ ചൂട് വെളിച്ചെണ്ണയിലേക്കും കറിവേപ്പിലയുടെ പുറത്തേക്കും ഓരോ കഷ്ണങ്ങൾ കറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്രൈ, അത്രയും മതി. കണ്ടില്ലേ, ഒരു ചെറിയൊരു ഫ്രൈയുടെ രീതിയിലായത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. എന്നാലേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളും ഷോർട്സുകളും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഉണ്ണിമേരി കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കും. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വലിയ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പിഴുപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിഴുപുളിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സവാളയും തക്കാളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ണിമേരി കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും ഉണ്ണിമേരിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ണിമേരിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ അഭിപ്രായം എല്ലാവരും പറയണേ. നമ്മുടെ പുതിയ റെസിപ്പിയായ ഉണ്ണിമേരി റോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.